ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ലണ്ടനിലെ ഈസ്റ്റാം എന്ന സ്ഥലത്ത് നിന്നും വാൾത്തംസ്റ്റോ എന്ന സ്ഥലത്തേക്കുള്ള ഒരു ബസ് യാത്രയിലൂടെ ഉള്ള ദൃശ്യങ്ങളാണ്. ഇപ്പം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഈസ്റ്റാമിൽ നിന്ന് ഈ ബസ് പുറപ്പെട്ട് ബസ്സിൻ്റെ നമ്പർ 58 ആണ്. ഇത് ബസ്സിൻ്റെ അപ്പർ ഡെക്കിൽ രണ്ടാമത്തെ സീറ്റിലിരുന്നാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ കയറിയപ്പോൾ ആൾറെഡി 2 പേര് ഫ്രണ്ടിലെ സീറ്റ് ഒക്കുപ്പൈ ചെയ്തു. അപ്പം സ്റ്റോപ്പിൽ ബസ് നിർത്തിയിരിക്കുന്നു. വീണ്ടും ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടുകളാണ്. ഇതൊക്കെ 100-200 വർഷങ്ങളൊക്കെ പഴക്കമുള്ള വീടുകളാണ്. പുറമെ ഇതുപോലെയാണെങ്കിലും അകത്തൊക്കെ വളരെ സൗകര്യങ്ങളായിരിക്കും. 3 ബെഡ്റൂമൊക്കെ ഉള്ള വീടുകളാണ്. ഇത് അപ്റ്റംബോക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ സാറ്റർഡേയിൽ നിന്ന് ബിസി മാർക്കറ്റ് ഡേ ഉള്ള ദിവസമാണ്. ആ മാർക്കറ്റാണത്. അപ്റ്റംബോർക്കിൽ നിന്നും ബസ് വിട്ട് അത് അപ്റ്റംബോർക്ക് സ്റ്റേഷനാണ്, റെയിൽവേ സ്റ്റേഷൻ. ഈ പ്രദേശമെല്ലാം ഏഷ്യൻ ക്രൗഡഡ് ഏരിയ ആണ്. ഏഷ്യൻ ഷോപ്പുകളാണ് കൂടുതലും ഉള്ളത് 2 വശങ്ങളിലും. ഒരു 58 നമ്പർ ബസ് അത് വാൾത്തംസ്റ്റോയിൽ നിന്ന് മടങ്ങി വരുന്ന വഴിയാണത്. ബസ്സിലെ അപ്പർ ഡെക്കിലെ ആളുകളുടെ ഒരു വ്യൂ ആണ് ഞാൻ. ഇരുവശങ്ങളിലും വീടുകളും ചെറിയ ചെറിയ കടകളും എല്ലാം ബംഗ്ലാദേശി, പാകിസ്ഥാനീസ്, ചില ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. എൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വീടുകളാണ്. മക്ഡൊണാൾഡ്സ്, അതൊരു പള്ളിയാണ്, ഒരു ചർച്ചാണ്. ഇവിടത്തേക്ക് ഈ പഴയ ബിൽഡിങ്ങുകളൊന്നും പൊളിക്കാൻ അവർ ഗവൺമെൻറ് അനുവദിക്കത്തില്ല. അതിൻ്റെ സ്ട്രക്ചറിൽ യാതൊരു മാറ്റവും വരുത്തിക്കൂടാ. മിക്കതും അത് ലിസ്റ്റഡ് ബിൽഡിങ്ങുകളുണ്ട്. ഇതൊരു ലെഷർ സെൻ്ററാണ്. അവിടെ
പോണ വഴിയിലൊക്കെ കാണുന്ന വീടുകളാണ്. രണ്ട് സൈഡിലും വീടുകളും വണ്ടി ഹൗസ് ഓണേഴ്സിൻ്റെ വണ്ടികളെല്ലാം റോഡിൻ്റെ സൈഡിലുമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു പാർക്ക്, പാർക്കിൻ്റെ പേര് വാൺസ്റ്റഡ് പാർക്ക് എന്നാണ്. അത് ഏതാണ്ട് ഒരു 1000കണക്കിന് ഏക്കറുള്ള വളരെ വിശാലമായ ഒരു പാർക്കാണ്. സമ്മർ ടൈമിലൊക്കെ അവിടെ പല ഈവൻറ്റുകളും നടത്താറുണ്ട്, ഫൺ ഫെയറും. ഇപ്പോഴും ആ പാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ സെയിം പാർക്കാണ്. ഇന്നത്തെ ദിവസം ഒരു അല്പം ചാറ്റൽ മഴയും ചെറിയ കാറ്റും, എന്താ പറഞ്ഞാൽ വിൻ്ററിൻ്റെ ഇത് നല്ല തണുപ്പുമായിരുന്നു വെളിയിലൊക്കെ. അടുത്ത സ്റ്റോപ്പിൽ കുറച്ച് പേര് ഇറങ്ങുന്നു അപ്പർ ഡെക്കിൽ നിന്ന്. എൻ്റെ ഓരോ വീഡിയോയിലും വ്യത്യസ്തമായിട്ടുള്ള ലണ്ടനിലെ വിവിധ സ്ഥലങ്ങൾ ഞാൻ ഇതിൽ കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സോഫാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീടുകളെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ്. നമുക്ക് കാണുമ്പം വീടിന് ഭംഗിയില്ലെങ്കിലും അത് നാട്ടിൽ 5-6 കോടിയൊക്കെ രൂപ കൊടുക്കണം ഒരു 3 ബെഡ്റൂം ഹൗസൊക്കെ വേണമെങ്കിൽ. അതും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന പിള്ളേർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടാണത്. ഫുട്ബോൾ കോച്ചിങ്ങും, കൊച്ചുകുട്ടികൾ 5-നും 10-നും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് ഫുട്ബോളിൻ്റെ കോച്ചിങ് കൊടുക്കും. പല വെള്ളക്കാർ കുട്ടികളാണ് കൂടുതലും വരുന്നത്, ഏഷ്യൻസും ബ്ലാക്സും ഒക്കെ ഉണ്ട്. മരങ്ങളിലൊന്നും ഇലയില്ല, കാരണം വിൻ്ററായാൽ അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും. അതൊരു സ്റ്റേഷൻ, ലൈറ്റൺ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, ട്രെയിൻ സ്റ്റേഷനായിരുന്നു. അത് ഇവിടുത്തെ ബിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ട്രക്കാണ് ഫ്രണ്ടിൽ ഇത് ആംബർ ലൈറ്റിൽ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്.
അത് റോഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. അതിൻ്റെ ആ മിഡിലൊരു വലിയ ബിൽഡിംഗ് ഉണ്ട്. അത് ഒരു ചർച്ച്, ഒരു സിമിട്രിയാണ്, പള്ളിയുമുണ്ട്. അവിടെ ആളുകളെയൊക്കെ അടക്കാൻ ബറി ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ്. കുറച്ച് പ്രത്യേക കമ്മ്യൂണിറ്റിക്കാരാണ്. വീടുകളുടെ സ്ട്രക്ചർ നോക്കിയാണ് ഇങ്ങനെ ലൈനായിട്ട്. നമ്മളൊക്കെ ആദ്യം ലണ്ടനിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നമുക്ക് വളരെ അതിശയമായിട്ട് തോന്നുമായിരുന്നു. അത് ഒരു ചർച്ചാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇതൊക്കെ ഈ ബിൽഡിങ്ങുകളൊക്കെ എന്ന് പറഞ്ഞാൽ 200, 300, 400 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. പെഡസ്ട്രിയൻ ലൈനൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. അവിടെ സ്റ്റെപ്പ് ആരെങ്കിലും കാല് വെച്ചാൽ അപ്പോഴേ തന്നെ വണ്ടി നിർത്തണമെന്നുള്ളതാണ്. അവിടെയൊക്കെ 20 മൈൽ ആ റോഡിൽ സ്പീഡ്, അത്രയും സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. റെസിഡൻഷ്യൽ ഏരിയയാണ്. അതൊരു ഓവർ ബ്രിഡ്ജാണ്. ഭൂപ്രകൃതിയൊക്കെ കണ്ട ചില പ്രദേശങ്ങളൊക്കെ കണ്ട നമ്മളെ നാട് പോലെയൊക്കെ തോന്നും. എല്ലായിടവും അതുപോലെയല്ല. ചില പ്രദേശങ്ങളുമല്ല ഈ മരങ്ങളും പച്ച നിറം കാണാം. ഏറെക്കുറെ ഓൾത്തംസ്ട്രോ ബസ് സ്റ്റാൻഡിലോട്ട് എത്താറായി. അവിടെ ആ ബസ് കിടക്കുന്ന ആ ബസ് സ്റ്റാൻഡാണ് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിൻ്റ്. അവിടെ വരെയുള്ള ഈ ബസ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്ദി. ഇത് വീഡിയോയിലൂടെ ലണ്ടനിലെ കുറച്ച് കാര്യങ്ങൾ, ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ലണ്ടനൊക്കെ കാണാനൊക്കെ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കാണാൻ പറ്റില്ല, അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.
വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. പിന്നെയും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിലെ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോകളിൽ നിങ്ങളുടെ ആയിട്ട് മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു.